അസ്സലാമു അലൈക്കും. ഞാൻ സലീംകൊടി. പ്രിയ കൂട്ടുകാരെ, ഇന്നൊരു ആശിക്കിൻ്റെ കഥ പറയാം. ഗുരുവും ശിഷ്യനും തമ്മിലുള്ള ആത്മബന്ധത്തിൻ്റെ ഒരു കഥ. മഹാനായ ഹദ്റത്ത് നിസാമുദ്ദീൻ ഔലിയ ഖദ്ദസല്ലാഹു സിർറഹു തങ്ങളുടെ അടുത്തേക്ക് ഒരു ദിവസം ഒരു യാചകൻ കടന്നു വരികയാണ്. വളരെ പ്രതീക്ഷയോടുകൂടിയാണ് യാചകന് ഹദ്റത്ത് നിസാമുദ്ദീൻ ഔലിയയുടെ അടുത്തേക്ക് വന്നത്. എന്തെങ്കിലുമൊക്കെ സഹായിക്കണമെന്ന് പറഞ്ഞു. ആ സമയത്ത് ഹദ്റത്ത് നിസാമുദ്ദീൻ ഔലിയ പറഞ്ഞു, ഇന്ന് നിങ്ങൾക്ക് തരാൻ പറ്റിയ ഒന്നും എൻ്റെ കയ്യിലില്ല, ഇവിടെ ഭക്ഷണ സാധനങ്ങൾ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് നിങ്ങളൊരു ദിവസം ഇവിടെ തങ്ങുക എന്ന് പറഞ്ഞ് യാചകൻ ഒരു ദിവസം തങ്ങി. പിറ്റേ ദിവസം ഇതേ അനുഭവം തന്നെ. യാചകന് കൊടുക്കാൻ പറ്റിയൊന്നും അവിടെ വന്നില്ല, ഭക്ഷണ സാധനങ്ങൾ ഒഴികെ. ഒരു ദിവസം കൂടി അവിടെ തങ്ങാൻ വേണ്ടിയിട്ട് ഹദ്റത്ത് നിസാമുദ്ദീൻ ഔലിയ യാചകനോട് പറയുകയും യാചകൻ അവിടെ തങ്ങുകയും ചെയ്തു. രണ്ടാമത്തെ ദിവസം ഇതേ അനുഭവമാണ്. നിരാശനായ യാചകനെ ഇനി ഇവിടെ നിന്നിട്ട് വലിയ പ്രയോജനമൊന്നുമില്ല എന്ന് പറഞ്ഞ് തിരിച്ചു പോകാൻ ഒരുങ്ങിയ സമയത്ത് ഹദ്റത്ത് നിസാമുദ്ദീൻ ഔലിയ യാചകനോട് പറഞ്ഞു, നിങ്ങൾക്ക് തരാൻ ഒന്നും എൻ്റെ കയ്യിലില്ല, ഇവിടെ വന്നിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ മാത്രമാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് തരാൻ എൻ്റെ കയ്യിലാകെ ബാക്കിയുള്ളത് എൻ്റെ ചെരുപ്പുകളാണ്, നിങ്ങളത് കൊണ്ടുപോയിക്കൊള്ളൂ എന്ന് പറഞ്ഞിട്ട് ആ യാചകൻ ആ ചെരുപ്പ് കൊടുത്ത സമയത്ത് യാചകന് പറഞ്ഞു തന്നെ കളിയാക്കാൻ വേണ്ടിയിട്ടാണ്. വളരെ നിരാശനായ യാചകനെ മനസ്സോടി ആ ചെരുപ്പുകൾ എടുത്തിട്ട് തൻ്റെ ഭാണ്ഡത്തിൽ പൊതിഞ്ഞ് യാത്ര തിരിക്കുകയാണ്. ഒരുപാട് ദൂരം പോയ യാചകനെ ക്ഷീണിതല മരച്ചുവട്ടിൽ വിശ്രമിക്കാൻ കിടന്നു. അറിയാതെ അവിടെ കിടന്നുറങ്ങി. അതേസമയം ആ വഴിയിലൂടെ ഡൽഹി സുൽത്താന് യുദ്ധം ജയിച്ച് തൻ്റെ അനുയായികളും പരാവാരങ്ങളുമായി ആ വഴിയിലൂടെ വരുന്നുണ്ടായിരുന്നു. ആ കൂട്ടത്തിലെ കവിയായ അമീർ ഖുസ്രുവുണ്ട്. അവിടെ എത്തിയ സമയത്ത് അമീർ ഖുസ്രു തൻ്റെ ഗുരുവിൻ്റെ സൗരഭ്യം ആസ്വദിക്കുകയാണ്. ഹദ്റത്ത് നിസാമുദ്ദീൻ ഔലിയയുടെ സൗരഭ്യം അവിടെ നിറഞ്ഞു നിൽക്കാനായിട്ട് അദ്ദേഹത്തിന് അനുഭവപ്പെടുകയാണ്. അദ്ദേഹം ആ നാട്ടിലവിടെ അന്വേഷിച്ച് ഇവിടെ നിസാമുദ്ദീൻ ഔലിയ വന്നിരുന്നു ചോദിച്ചപ്പോൾ ആളുകൾ പറഞ്ഞു, ഇവിടെ ആരും വന്നിട്ടില്ല, ഇവിടെ പുറത്തുനിന്ന് ആകെ വന്നിട്ടുള്ള ഒരു യാചകന് അവിടെ കിടന്നുറങ്ങുന്നില്ല, അദ്ദേഹം മാത്രമാണെന്ന് പറഞ്ഞ സമയത്ത് അമീർ ഖുസ്രു അദ്ദേഹത്തിന് അടുത്ത് ചെല്ലുകയാണ്. അദ്ദേഹത്തെ തട്ടി വിളിച്ചിട്ട് ചോദിച്ചു, നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? അദ്ദേഹം പറഞ്ഞു, ഞാനിതിലെ സഹായം കിട്ടാൻ വേണ്ടിയിട്ട് ഹദ്റത്ത് നിസാമുദ്ദീൻ ഔലിയയുടെ അടുത്ത് എന്നായിരുന്നു, എനിക്കവിടെ നിന്നൊന്നും കിട്ടിയിട്ടില്ല. അങ്ങനെ നിസാമുദ്ദീൻ ഔലിയ തന്ന അദ്ദേഹത്തിൻ്റെ രണ്ട് പഴയ ചെരുപ്പുകൾ മാത്രം എൻ്റെ കയ്യിലുണ്ട്. ആ സമയത്ത് ഊർജ്ജസ്വലനായിട്ട് അമീർ ഖുസ്രു ആ ചെരുപ്പുകൾ എവിടെ എന്ന് ചോദിച്ച് ആ പാണ്ഡത്തിൽ നിന്ന് യാചകൻ എടുത്തു കൊടുത്ത സമയത്ത് ചോദിച്ചു, നിങ്ങൾ യുദ്ധത്തിൽ നിന്ന് ജയിച്ച സമയത്ത് സുൽത്താൻ എനിക്ക് ഒരുപാട് സമ്മാനങ്ങൾ തന്നിട്ടുണ്ട്, ആ സമ്മാനങ്ങൾ മുഴുവനും ഞാൻ നിങ്ങൾക്ക് തരാം, ആ ചെരുപ്പ് എനിക്ക് പകരമായിട്ട് തരണമെന്ന്. യാചകനാകെ അന്തം വിടുകയാണ്. ഒരു ചെരുപ്പിന് വേണ്ടി ഒരുപാട് സമ്മാനങ്ങളും. യാചകൻ പറഞ്ഞു, നിങ്ങളെ കളിയാക്കുകയാണോ എന്ന് ചോദിച്ചപ്പോൾ അമീർ ഖുസ്രു അല്ല, കളിയാക്കുകയല്ല, നിങ്ങൾക്ക് എൻ്റെ മുഴുവനും സമ്മാനങ്ങൾ ഞാൻ തരും. ആ സമയത്ത് യാചകൻ ആ കരാറ് അനുസരിക്കുകയാണ്. നിസാമുദ്ദീൻ ഔലിയയുടെ ചെരുപ്പെടുത്തിട്ട് അമീർ ഖുസ്രുവിന് കൊടുത്തു. അമീർ ഖുസ്രു തന്നെ മുഴുവനും യുദ്ധത്തിൽ കിട്ടിയ മുഴുവൻ സമ്മാനങ്ങളും ആ യാചകന് കൊടുക്കുകയാണ്. എന്നിട്ട് ആ ചെരുപ്പെടുത്തിട്ട് ഭാണ്ഡത്തിൽ പൊന്നി തൻ്റെ തലയിൽ ചുമന്ന് ഡൽഹിയിലേക്ക് നടന്നു നീങ്ങുകയാണ്. ഡൽഹിയുടെ കവാടത്തിലെത്തിയ സമയത്ത് അമീർ ഖുസ്രുവിനെ കാത്തവിടെ ഹദ്റത്ത് നിസാമുദ്ദീൻ ഔലിയ കാത്തിരിക്കുകയാണ്. ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഓ അമീർ ഖുസ്രു, നിങ്ങൾ നടത്തിയത് വളരെ വില കുറഞ്ഞ ഒരു കച്ചവടമാണ്. ഇതാണ് ആശിഖ്യങ്ങളുടെ മനസ്സ്, ഗുരുവിനെ സ്നേഹിച്ച ആശിഖ്.